മഹീന്ദ്രയുടെ താറ്. അത് മഹീന്ദ്രയുടെ ഓഫ് റോഡ് അക്കാഡമിയിൽ ഓടിക്കുന്നത്. അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടി എന്ന് പറയുന്നത്. ഇത് എവിടെയെന്ന് മനസ്സിലായോ? ഇത് ശരിക്കും വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് പ്ലേസ്? ഇഗാട്ട്പുരി. ഇവിടെ നമ്മൾ സിയാറ്റിന്റെ ഡ്രൈവിന് വന്നിട്ട്. അപ്പോൾ പുതിയ മാറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഓഫ് റോഡ് ചെയ്യാട്ടോ. ശരിക്കും ഓഫ് റോഡ് ചെയ്തുകൊണ്ട് പുതിയ മാറ്റങ്ങൾ പറയാന്നുള്ളതാണ്. ഇതാണ് മഹീന്ദ്രയുടെ പുതിയ താറ്. 2025 വന്ന ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കണ്ട വിപ്ലവകരമായ മാറ്റങ്ങളൊന്നും ഈ വണ്ടിക്കില്ല, ഇപ്പോൾ റോക്സിൻ്റെ പോലെ. എന്നാലും കുറച്ച് കാലികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വണ്ടിക്ക് വേണമെന്ന് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിട്ട് അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 2020 വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3, 4, 5 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോഴും കാര്യമായിട്ട് മാറ്റങ്ങളില്ല. അപ്പോൾ 2 ഗ്രാബ് ഹാൻഡിൽസ് വന്നു പുതിയതായിട്ട്. പിന്നെ റോക്സിലുണ്ടാകുന്ന സ്ക്രീൻ വന്നു. അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പിന്നിൽ ക്യാമറ വന്നിട്ടുണ്ട്, റിയർ വ്യൂ ക്യാമറ വന്നിട്ടുണ്ട്. അലവിൽ മാറിയിട്ടില്ല. ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് പീസ് ഉണ്ടല്ലോ, ആ പീസ് വീണ്ടും തിരിച്ചു കൊടുന്നു. ഗ്രില്ല് ബോഡി കളറായി, പുതിയ കളർ വന്നു. പിന്നെ വേരിയൻറ്റുകളുടെ പേര് മാറി. അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. ഡാഷ്ബോർഡിൽ മാറ്റമുണ്ട്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിയർ AC വെൻറ്റും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ്. പവറിൻ്റെ സ്വിച്ചുകൾ ഈ ഡോറിലേക്ക് ആക്കിയ നല്ല കാര്യം. അവിടെ പിന്നിൽ AC വെൻറ്റും സീ പോർട്ടും വന്ന നല്ല കാര്യം. ഈ വണ്ടിക്ക് ഫ്രണ്ട് ആക്സിൽ ഡിസ്കണക്ട് ചെയ്യുന്ന സംഭവമുണ്ട്. അതായത് ഹബ്ബ് വെച്ചല്ല ചെയ്യുന്നതെന്നാണ് പറഞ്ഞാലും ഫ്രണ്ട് ആക്സിൽ നമുക്ക് 2 വീൽ ഡ്രൈവിൽ ഡിസ്കണക്ട് ചെയ്യാം. അതുകൊണ്ട് മൈലേജ് കൂടുതൽ കിട്ടും എന്ന് പറയുന്നുണ്ട്. എൻജിൻ സെയിം ആണ്, ഡീസൽ പെട്രോൾ. ആ ഒരു 1.5 ഡീസൽ. ഓക്കെ, അറിയാമല്ലോ. 2.2 ആണ് വലിയ ഡീസൽ ഈ വണ്ടി എന്ന് പറയുന്നത്. ഇത് 4x4 ഓട്ടോമാറ്റിക് ആണ്, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. ഇതിനൊരു 6 സ്പീഡ് മാനുവലും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളാണ്. സീറ്റിൻ്റെ അപ്പോൾസറി മാറിയിട്ടുണ്ട്. അല്ലാണ്ട് കാലികമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയാൻ ഒന്നുമില്ല. സാധാരണ ഒരു താറ്, അതിന് കുറച്ചൊരു അപ്ഡേറ്റുകൾ വന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനിങ്ങനെ ഈ റോട്ടിൽ മുമ്പ് ഓടിച്ചിട്ടുള്ളത് സിയാറ്റിന് വേണ്ടിയിട്ടാണ്, സിയറ്റ് ടയറിന് വേണ്ടിയിട്ടേ. അപ്പോൾ അതിന് ശേഷം ഇന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് തിരിച്ചിങ്ങനെ ഓഫ് റോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ തരുന്നത്. ജിമ്നി ഓടിച്ചിട്ട് താറ് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ കൂൾ ഫാക്ടർ ഇതിൻ്റെ റേഡിയസ് ആണ്. ഇതിൻ്റെ ടേൺ റേഡിയസ് കൊള്ളാം. അകത്ത് ഈ ഡോർ പാഡിലൊരു വലിയ മാറ്റമുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് പവർ വിൻഡോ സ്വിച്ച് കൊടുക്കുന്നുള്ളതാണ്. ഇതെന്താ രണ്ടെണ്ണം, പിന്നിൽ വിൻഡോ ഇല്ല. അപ്പോൾ ഒരു കോയിൻ ഹോൾഡർ ഉണ്ട്. ഇനി ഈ ബോട്ടിൽ ഹോൾഡർ കണ്ടോ, ഇത് താർ റോക്സിലും പറഞ്ഞു വന്നാണ്. അത് ഇവിടെയും കാണാം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ്, വ്യത്യാസങ്ങളില്ല. ഈ കീ കണ്ടോ, ഇതാണ് കീ എന്ന് പറയുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടില്ല. ഇത് ഇൻറ്റേർണൽ ഫ്യൂവലിൻ്റെ ഓപ്പണറാണ്. ഇതെന്ന് പറയുന്നത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഇവിടെയാണ് പൊട്ടിപ്പോരുന്നത്, അതിൽ വ്യത്യാസമൊന്നുമില്ല. സ്റ്റിയറിംഗ് മാറി, 3 axle കണ്ട സ്റ്റിയറിംഗ് ആണ്. അതിൻ്റെ സ്വിച്ച് ഗിയറൊക്കെ കണ്ടോ, സ്വിച്ചുകളൊക്കെ കണ്ടോ. സ്റ്റിൽ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് അല്ല, റോക്സിലെ പോലെയല്ല. ഇപ്പോൾ 2020 താറ് വന്നു. 2023 2 വീൽ ഡ്രൈവ് വന്നു. പിന്നീട് അവർ റോക്സ് ഇറക്കി. എല്ലാം കൂടെ 10,000 വണ്ടികളൊരു മാസം വെക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഹിറ്റായ വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ വിൽക്കുന്ന 4x4 താറെന്ന് പറയാം. 4x4 എന്ന് പറയാൻ പറ്റില്ല, SUV എന്ന് പറയാൻ പറ്റില്ല. 2 വീൽ ഡ്രൈവാണ് വോളിയം കൂടുതൽ. പിന്നെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് റോക്സിൻ്റെ ഗ്രില്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും വിചാരിച്ചിരുന്നു. അതൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിലിപ്പോൾ എന്താണ് ഇത്ര മാറ്റം തോന്നണ്ട, ചെറിയ മാറ്റങ്ങളുണ്ട് രൂപത്തിൽ. ഇപ്പോൾ ഞാൻ പറയുന്നത് ആദ്യം വന്ന ആ ബമ്പറിലെ കളർ അവർ തിരിച്ചു കൊണ്ടുള്ളതാണ്. LED ഹെഡ് ലാംപ്സ് അല്ല, പക്ഷേ LED DRലാണെന്ന് അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഫോഗ് ലാമ്പ് ആണ്, ഇൻഡിക്കേറ്റർ ആണ്, ഒക്കെ അതൊക്കെ അങ്ങനെ തന്നെയാണ്. വൈപ്പറിൻ്റെ ബ്ലേഡ് മാറിയിട്ടുണ്ട്. അത് റോക്സിലെ ബ്ലേഡാണ്. അതൊരു കംപ്ലയിൻ്റ് ആയിരുന്നു മുന്നേ. പിന്നെ ഈ വീലിൻ്റെ ക്യാപ്പ് നോക്കിയാൽ, ആ ക്യാപ്പ് എന്ന് പറയുമ്പോൾ നടുവിൽ ചെറിയ കഷ്ണം, അത് റോക്സിലാണ്. MRFൻ്റെ വാണ്ടർ 80 ടയർ എന്ന് പറയുന്നത് 255 65 618 മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും തന്നെയാണ്. അപ്പോൾ 2.2 ലിറ്ററും 2 ലിറ്റർ പെട്രോളും 1.5 പെട്രോളും. അതാണ് ഏറ്റവും ശോകമായിട്ടുള്ള വണ്ടി എന്ന് പറയാം. അതായത് താറിൻ്റെ ലുക്ക് മാത്രമേ കിട്ടുള്ളൂ, വശങ്ങളിൽ മാറ്റമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻറ്റിനൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സ്റ്റെപ്പ് ഉണ്ട്, ആ അലോയിലെ ഡിസൈൻ കേട്ടോ. സ്റ്റാർട്ടിങ് ഓഫ് റോഡ് ഹിയർ. ഓഹോ, നൗ ഐ ക്യാൻ ഹിയർ ദ low engaging. So drive. You can go? Line up. Okay. നമ്മുടെ കൂടെ ഒരാളുണ്ട്, ഇൻസ്ട്രക്ടറാണ്. പുള്ളി ഓഫ് റോഡിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളോട് പറയാം. ടെൽ മീ ഇഫ് ഐ എം ഗോയിങ് റോങ്. No brake. Okay. No clutch. Oh, okay, just. Okay. Aywa. Now I can go. And then right. Okay. ഇതൊരു വലിയ കാടാണ്. ഇവിടെ നമുക്ക് ലോസ്റ്റ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് വേണമെങ്കിൽ. അതായത്
നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ. അതുകൊണ്ട് ഇവിടെ എപ്പോഴും ആളുണ്ടാവും. കാരണം വലിയ കാടെന്ന് പറയുമ്പോൾ അറിയാലോ. ഇഗാട്ട്പുരി. ഇനി ഒന്ന് മാപ്പിൽ അടിച്ചു നോക്കോ, കാണാൻ പറ്റും ഇഗാട്ട്പുരി എന്താന്ന്. ഓക്കെ. One tire hum. Okay. One tire holes. We need to take reverse. No, straight. Let's go. Huh. Go. Go. Okay. Left. Steering left. Steering left. Steering left. Okay. Go. Straight. Okay. Go. Okay. Go. 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 Okay. Go. Go. Wow. Cool. Lovely. ഈ 4 ലോയിൽ നമ്മളിട്ടിട്ട് നമ്മൾ ഓടിക്കുമ്പോഴേ ഈ വണ്ടി മെല്ലെ പോളൂ, ടേൺ റേഡിയസും കുറയും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ട്രാൻസ്മിഷൻ മൈൻഡ് നിന്നിട്ടില്ലേ, എന്തായാലും ഇല്ല ഇവിടെ, ആ പ്രശ്നമൊന്നുമില്ല. എന്നാലും I'm doing this with a bit of worry. Wow. Oh. You don't have any fear? Topple up? No? No. No. Don't. Okay. ആദ്യത്തെ 2 റൗണ്ട് കഴിഞ്ഞപ്പോഴേ പിന്നെ ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ്. പിന്നെ എന്തും കാണിക്കാന്നുള്ളൊരു മൈൻഡാണ്. കാരണം മറയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എനിക്ക് ഓഫ് റോഡിങ്ങിൽ എപ്പോഴും ഒരു ചെറിയ ആൻസൈറ്റി വരും, വണ്ടി മറിയോ എന്നുള്ളത്. അത് ഇവിടെ ഇങ്ങനെ 2-3 ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് പോകുന്നുണ്ട്, നല്ല കാര്യം. ഇപ്പോൾ ആദ്യം പോയ പോലെ രണ്ടാമത് പോയത് ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ടാണ്. ഒന്ന് കിടന്ന് പെനെങ്കിലും കയറിപ്പോയി, എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ ആദ്യത്തെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അറിയാലോ, ഓഫ് റോഡ് എന്ന് പറയുന്നത് അത്ര സാധാരണ ആളുകളുടെ ഒരു ഗെയിമല്ല. സെയിം വേ? നോ, റൈറ്റ്. ഓക്കെ, ലെഫ്റ്റ്. സംഭവം ടാക്കിൾ ചെയ്യാൻ ഭയങ്കര രസമാണ് ഈ ഓഫ് റോഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഈ ഒരു 4 വീൽ ഡ്രൈവ് കൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കാണ്, വലിയ പണിയൊന്നുമില്ല. പുട്ടിങ് ഇൻടു ദ ലോ ആൻഡ് ഡ്രൈവ്, ഇറ്റ്സ് ഗോയിങ്. ഞാൻ ഇടയ്ക്കിടെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് പുള്ളിക്ക് കൊണ്ട് മനസ്സിലാൻ വേണ്ടിയാണ്. പിന്നെ ലീക്കുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുന്ന പണ്ടൊക്കെ മാറിയിട്ടാവും വിചാരിക്കുന്നു. സസ്പെൻഷനിൽ റോക്സിൻ്റെ സസ്പെൻഷൻ ആയിട്ടില്ല. അപ്പോൾ താറ് വില കുറച്ച് കിട്ടിയപ്പോൾ ഓഫറിൽ വാങ്ങിയ ആൾക്കാർ പേടിക്കണ്ട, കാരണം ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആയിട്ടില്ല, സെയിം തന്നെയാണ്. അതുകൊണ്ട് പക്ഷേ ഈ സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റ് ആട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഓടിക്കാനായിട്ട്, അതും പറയാമല്ലോ. അതൊരു കാര്യമായിട്ടാണ് പറയേണ്ട കാര്യം. कितने ऑब्स्टिकल्स है? ये फर्स्ट हो गया. फर्स्ट सेकंड है. ओके. बाद में थर्ड और उधर ही. ओके. Then we can go once more. You help me to take other video like vertical video. Then it's done. Can you go? പുള്ളിക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് കുറച്ച് അറിയുള്ളൂ. എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി കുറച്ച് അറിയുള്ളൂ. എന്നാലും സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇത് രണ്ടാമത്തെ ഒബ്സ്റ്റിക്കിളാണ്, ഇറ്റ്സ് വാട്ടർ വേഡിങ്. ഇപ്പോൾ നിങ്ങൾ സിയാറ്റിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഐ ക്യാൻ ജസ്റ്റ് ഗോ, റൈറ്റ്? Slow and steady, you can reach heights. എൻ്റെ കൂടെയുള്ള ആളുണ്ടല്ലോ, പുള്ളി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്നും എന്നോട് മഹീന്ദ്രൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ക്യാമറമാനെ കൊണ്ടാത്തത്? അപ്പോൾ ഞാൻ ക്യാമറമാനെ കൊണ്ടാത്തതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴേ, ഞാൻ പലപ്പോഴും നല്ല ക്യാമറമാരെ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല കൂട്ടുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചില വിഷ്വൽസ് മിസ്സിങ് ആവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ എന്നെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാതെ എവിടെ എന്താ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും ഒരു ജോലിയിലും ഒറ്റയ്ക്കുള്ള പരിപാടികൾ ചെയ്യരുത്. കാരണം എപ്പോഴും നമ്മളൊരു
ഡെലിഗേഷൻ ചെയ്യണമെന്ന് പറയും, കാരണം അപ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ പറയും. പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ്. കാരണം എല്ലാവരും ചെയ്യുന്നത് നമ്മളും ചെയ്യാൻ പാടില്ല, നമ്മൾ സംതിങ് സ്പെഷ്യൽ ആയിരിക്കണം പറയില്ലേ. എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. പക്ഷേ കമ്പനികൾ ഓഫ്റ്റൻ ഗീവ്സ് മീ ഹെൽപ്പിംഗ് ഹാൻഡ്, സോ ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് ഗോഡ് ഫോർ മൈ വർക്ക്. ഇനിയുള്ള ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ആർട്ടിക്കുലേഷനാണ്. ആർട്ടിക്കുലേഷൻ കൂടി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കഴിഞ്ഞു. 3 ഒബ്സ്റ്റക്കിൾസ് ആണ് ഇവർ പറഞ്ഞത്. ലൈക്ക് ദാറ്റ്. ये यूटर्न ओके अदर वे ना. ओके अपन दूसरा देखेंगे, ये इसमें टाइम जाएगा उसको. ओके ओके सर यूटर्न मतलब दिस वे? हाँ, अपन दूसरा करेंगे, नॉट दिस वे. नहीं ओके बैंड പിന്നിലെ മാറ്റം എന്ന് പറയുന്നത് അലോയിലിനകത്ത് ക്യാമറ ഓക്കെ റോക്സ് പോലെ. പിന്നെ ഇവിടെ കണ്ടോ ഒരു ചെറിയ സുന, ഇത് ഗ്ലാസ് വാഷ് ചെയ്യുന്ന സുന. എന്തിനാ? ഇവിടെ വൈപ്പർ ഉണ്ട് കേട്ടോ, റിയർ വൈപ്പർ. സാധാ താറിന് ഫിറ്റ് കേട്ടോ അത്. ഇതിനകത്ത് വൈപ്പർ വാഷർ ഡിഫോഗർ ഉണ്ട്. തുറന്നാൽ നിങ്ങൾക്ക് ആ ഒരു വൈപ്പറിൻ്റെ മെക്കാനിസം ഞാൻ കാണിക്കാം. ഇത് വൈപ്പർ, നല്ല ലൈറ്റ് മെക്കാനിസം. സീറ്റിൽ വ്യത്യാസങ്ങളില്ല. പിന്നിലെന്താ ഉള്ളത്? പിന്നിലുള്ളത് ആ റിയർ AC വെൻറ്റും ചാർജിങ് സോക്കറ്റും ഒരു സി പോർട്ടും കാണാം. ആ ആംറസ്റ്റ് സ്ലൈഡിങ് ആണ്, വേറെ വ്യത്യാസങ്ങൾ ഇല്ല. ഇതൊക്കെ ഇവിടെ ആംറസ്റ്റ് വയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു, കൊടുത്തിട്ടില്ല. ഈ സീറ്റ് മടക്കാനുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിട്ടില്ല. ഓക്കെ, എല്ലാം നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാം. ഓക്കെ, വയറൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഓഫ് റോഡർ ബേബി. ഈ സെല്ലോ ടൈപ്പ് അല്ല, ഇൻസുലേഷൻ ടൈപ്പ് പൊടിച്ചതൊക്കെ ചീപ്പോ ആണ്, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, മഹീന്ദ്ര താറിൻ്റെ പാട്ടാണ്. വൈപ്പറുണ്ടോ? പിന്നിലെ ചേഞ്ച് മൈ ഫേവറേറ്റ് റിയർ വൈപ്പ് ആൻഡ് വാഷ്. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഏതൊരു താറിനും നമുക്ക് സുഖമായിട്ട് റെട്രോഫിറ്റ് ചെയ്യാൻ പറ്റുമോ സാധനം. ആ ഗ്ലാസ് മാറ്റിയാൽ മതി. വാവ്, സിമ്പിൾ. ആൻഡ് നമ്മൾ DIY ഡു ഇറ്റ് യുവർ സെൽഫിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആണ്. സീ സംതിങ് കമ്മിങ്. ഓക്കെ, അവിടെ ഒരു താർ. मैं आपको बताऊंगा, जैसा स्टीयरिंग राइट लेने का है तो मैं ऐसा करूंगा. You show me like that, हाँ, right? हाँ. It's very good in that area. കാരണം ഇവിടെ ഭയങ്കര ഒരു ചിക്കൻ ഹോൾസ് പോലുള്ളൊരു ഓഫ് റോഡിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, പിന്നിലെ വൈപ്പർ വാഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിഫോഗർ ഓൾറെഡി ഉണ്ടായിരുന്നു, വ്യത്യാസമില്ല. എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കുറച്ചുകൂടിയൊക്കെ സസ്പെൻഷൻ ട്യൂൺ ചെയ്യുന്ന ഞാൻ വിചാരിച്ചിരുന്നു. സസ്പെൻഷൻ ട്യൂൺ ചെയ്യുന്ന പറഞ്ഞാൽ മനസ്സിലായോ? അതായത് റോക്സ് പോലെ ആക്കുന്നേ, പക്ഷെ റോക്സ് പോലെ ആക്കിയില്ല പറയുമ്പോൾ റോക്സ് ഭയങ്കര സുപ്പീരിയർ ആണ് ഈ കാര്യത്തിൽ, സസ്പെൻഷൻ്റെ കാര്യത്തിൽ. ഞാൻ കുടുങ്ങി. ഇതിൽ BLD ഉണ്ട്, ബ്രേക്ക് ബേസ്ഡ് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ. പിന്നെ ഇതിന് മറ്റേ MLD ഒന്നുമില്ല. വെരി ഗുഡ് ഓഫ് റോഡ്. ഇതുപോലത്തെ ഇവന്റുകൾ ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ആൻസൈറ്റി മാറുന്നുണ്ട്. എനിക്ക് വണ്ടി മറിയോ എന്നുള്ള പേടി മാറുന്നുണ്ട്. വാവ്, അതൊരു കാര്യമാണ്. കാരണം എക്സ്പീരിയൻസ് മേക്സ് എ പേഴ്സൺ പെർഫെക്റ്റ് ആണ്. അത് ഓഫ് റോഡിങ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ അത് പക്ക. ഒറ്റയ്ക്കുള്ളൂ, വിവേക് പോയതാ. ഒറ്റയ്ക്കുള്ളത്, ഞാൻ ഒറ്റയ്ക്ക് മതിയല്ലോ. റിയർ വാഷ് വൈപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതൊക്കെ ബേസിക് ഫീച്ചേഴ്സാണ്. ഐ ഡോണ്ട് നോ അതെന്താണ് വാഹന നിർമ്മാതാക്കൾ സ്കിപ്പ് ചെയ്യുന്നത്. അതിപ്പോൾ മാറി എന്നുള്ളത് ഗുണമായിട്ട് കാണാം. ഓക്കെ, ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ സീംലെസ് ആണ്. ഈ സ്ക്രീൻ കണ്ടോ? ഈ സ്ക്രീനിൽ ഈ അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് എഞ്ചിൻ ടെമ്പറേച്ചർ, സ്റ്റിയറിംഗ് വീല്, പിച്ച്, റോള് എല്ലാം കാണാം. ഇത് റോക്സിൽ കണ്ട 3XO കണ്ട അതേ സംഭവം തന്നെയാണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇത് വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ AC വെൻറ്റുകൾ കാണാം. ഇതാണ് സ്വിച്ചുകൾ എന്ന് പറയുന്നത്. ഇവിടെ AC കൺട്രോൾസിൻ്റെ ഓട്ടോ AC അല്ല, ഇത് 4x4 ലിവറാണ്. 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ഓട്ടോമാറ്റിക്. ഇവിടെ 2 കപ്പുകളോട് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, റീചാർജ് ചെയ്യാൻ പറ്റില്ല. താർ റോക്സിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഡിസ്കണക്ട് ആവും ആപ്പിൾ കാർപ്ലേ ഒക്കെ. പക്ഷേ ഇതിൽ അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സാധനം അവർ കണ്ടിന്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി, അതായത് അതിൻ്റെ വേർഷൻ 2 എന്നാണ് പറയുന്നത്. അത് നല്ല കാര്യമാണ്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാം നല്ലതാണ്. ഞാൻ പറയുന്നത് ഒരു മോഡിഫിക്കേഷൻ എപ്പോഴും നല്ലതാണ്. പിന്നെ മഹീന്ദ്ര ബൊലേറോ ഒക്കെ വെച്ച് കമ്പയർ നേരെ തിരിച്ചാണ്. ഇതിനകത്ത് നമുക്ക്
ആ വൈപ്പർ ഒന്നും നമ്മുടെ മുന്നിൽ പെടില്ല. ഗ്ലാസ് വാഷ് ചെയ്യുന്ന നോസില ബോണറ്റ് മുകളാണെങ്കിലും അത് നമ്മളെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. ഓട്ടോമാറ്റിക് മിററും കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ മാർക്കറ്റ് ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫ്യൂവൽ ലിഡ് അകത്തുനിന്ന് തുറക്കാന്നുള്ളത് വലിയ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഫ്യൂവൽ ലിഡ് അകത്ത് തുറക്കാൻ പറ്റില്ലായിരുന്നു മുമ്പേ. ഇവ ഹോണും കൊള്ളാം. ഈ ഹോൺ ആക്കി ഇങ്ങനെ ആകും. എൻ്റെ ഒരു മാർഷൽ ചേട്ടൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. I went the wrong way. आपको मैंने क्या बोला था, यूटर्न लेके वापस यहाँ पे I U-turn that side. That's wrong. हाँ. സോറി. ഈ റിയർ വൈപ്പറിന്റെ സ്റ്റാക്ക് ശരിക്കും പറഞ്ഞാൽ റോക്സിൽ നിന്ന് തന്നെ എടുത്തതാ. അത് അതിന് വേണ്ടിയിട്ടാണ്. ഈ സ്വിച്ച് കൺട്രോൾസ് കൊള്ളാം. 3XO നമ്മൾ കണ്ട സ്വിച്ച് കൺട്രോൾസ് തന്നെയാണ് സ്റ്റിയറിംഗിന്റെ മുകളിൽ. പക്ഷേ ഈ സ്റ്റിയറിംഗിന് ലെതർ റാപ്പിംഗ് ഇല്ല എന്നുള്ളത് കുറവാണ്. ഓക്കെ, എല്ലാം കൂടുതലല്ല ഞാൻ പറയുന്നത്. അതായത് താറിനോട് ഇപ്പോൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞ ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് താർ ഇഷ്ടമില്ല. പക്ഷേ താർ ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു ഓഫ് റോഡ് വിത്ത് ദിസ്. റോഡ് ഓടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം. റിയർ വൈപ്പർ ഫിറ്റ് ചെയ്യാൻ എളുപ്പമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടാവും. ഒന്നുമില്ല, ആ ഗ്ലാസ് നമുക്ക് ഓർഡർ ചെയ്ത് മേടിക്കാം. അതിൻ്റെ മുകളിൽ വയറിങ് ചെയ്താൽ മതി. വയറിങ് ചെയ്യുമ്പോൾ ഈ സ്റ്റാക്ക് മാറാൻ എളുപ്പമാണ്. അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. സംഭവം ഇതിൻ്റെ ഷിഫ്റ്റ് പോയിന്റ് ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മളിവിടെ ഓഫ് റോഡ് ചെയ്യുന്നത് മാനുവൽ ഷിഫ്റ്റിലാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട്, എഞ്ചിൻ്റെ സൗണ്ട് ക്ലാറ്റർ, ഡീസൽ ക്ലാറ്ററാണ്. അത് രസമുണ്ട് കേൾക്കാനായിട്ട്. അറിയാലോ, താറിൻ്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹബ്ബല്ല അവർ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ട്രാൻസ്മിഷനാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ഫ്രണ്ടിലേക്കുള്ളത് അതെങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോൾ പിച്ച് ആൻഡ് റോൾ മീറ്ററൊക്കെ ഹെൽപ്ഫുള്ളാണ്. അൾട്ടിമീറ്റർ ഹെൽപ്ഫുള്ളാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഒരു പൊസിഷനിങ് ഹെൽപ്ഫുള്ളാണ്. എൻജിൻ ടെമ്പറേച്ചർ ഹെൽപ്ഫുള്ളാണ്. എല്ലാം ഹെൽപ്ഫുള്ളാണ്. സ്പീക്കറൊക്കെ എപ്പോഴും മുകളിൽ തന്നെയാണ്, അതായത് ടോപ്പ് തന്നെയാണ്. പക്ഷേ ബാക്ക് സീറ്റിൽ കാര്യമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. സൈഡിൽ ആംറസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നു മഹീന്ദ്രയുടെ വണ്ടികളിൽ 6 എയർ ബാഗ് ഇല്ലാത്തൊരു വണ്ടി താർ ആണ്. ഈ താറിന്റെ ബാക്കിലെ റോൾ കേജ് ആണ് സേഫ്റ്റി ആയിട്ട് പറയുന്നതാണ്. ഓ വി റീച്ച്ഡ് അഗൈൻ ഹിയർ. ഓക്കെ, സ്ട്രേറ്റ്. हाँ स्ट्रेट. ഓക്കെ, ഇപ്പോൾ ഡിഫറൻഷ്യൽ ലോക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല എന്നുള്ളതൊക്കെ ഒരു പരാതിയായിട്ട് ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരുവിധം എല്ലാ ഒബ്സ്റ്റക്കിൾസും ഇത് ഓട്ടോമാറ്റിക്കലി കയറി പോകുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട്. അതായത് നമുക്കങ്ങനെ വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ടി വരുന്നില്ല. വണ്ടി കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത് PO വെച്ച് ചെയ്യാത്തുന്നത്. PO വെച്ച് വേറെ ഒന്നല്ല, എനിക്ക് ഇത്രയും കൺട്രോൾ ഉണ്ടാവില്ല വണ്ടി ഓടിക്കാനായിട്ട്. ലെഫ്റ്റ് റൈറ്റ്? മാത്രമല്ല പുള്ളി എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ എന്തിനാ ഞാൻ PO വെച്ചാണ്. ഓക്കെ, ബ്രേക്ക് ബേസ്ഡ് LSD എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു വീലിലെ ട്രാക്ഷൻ പോയി കഴിഞ്ഞാൽ ആ ട്രാക്ഷൻ പോകുന്ന വീലിലേക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ അപ്പുറത്തെ വീല് കറങ്ങി കയറി പോകും. കാരണം ഈ ഓപ്പൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി മടിയനാണ്. ഏത് വീലാണോ ട്രാക്ഷൻ ഇല്ലാത്ത ആ വീലിലേക്ക് ഇത് കൂടുതൽ പവർ കൊടുത്ത് കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ സംഗതി BLD വേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് BLDയിലും വേണം. റൺബാക്ക് BLD ഉണ്ട് ഇതിനകത്ത്. ജിംനിക്കകത്തുണ്ട് സാധനം. ഇതിന് മുമ്പ് വന്നപ്പോൾ മെക്കാനിക്കൽ ഡിഫ്ലോക്ക് ഉണ്ടാകുന്നതായിരുന്നു. ഈ LSD ഉണ്ടായിരുന്നു, അപ്പോൾ അതില്ല. ഹിയർ ये बोल, ये स्ट्रेट थार एंड वो ഈ ആയി. ഓക്കെ, ഗ്രാസ്. ഓക്കെ 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 then right.
What is sound भैया? हाँ फाइलिंग है. ഞാൻ ഇവിടെ താറിനെ വെച്ച് ചില സമയത്ത് ഇത് അടി തട്ടുന്നുണ്ട് കേട്ടോ. അവിടെ ആ ബമ്പറായിരിക്കും ഫ്രണ്ടില്. Then you turn, वापस try. Okay. You turn after he go. He parked there. Here. Display vehicle. Oh, you are saying U-turn means turn the vehicle. हाँ okay. गाड़ी turn करो. Please tell me गाड़ी turn करो. U-turn मतलब I will confuse. अच्छा. That is happened there, you know. Yeah. Okay. പുള്ളി ഹിന്ദിയിൽ യൂട്ടേൺ പറഞ്ഞ് വണ്ടി തിരിക്കാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്ടേൺ എടുത്ത് അങ്ങനെ യൂട്ടേൺ എടുത്ത് വഴി തെറ്റി പോയി. അപ്പോൾ യൂട്ടേൺ എടുക്കാന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ യൂട്ടേണാണ്, തിരിച്ച് വരാനല്ല അപ്പുറത്ത് കൂടെ പോകുന്നുള്ള ഞാൻ കേൾക്കണത്. പക്ഷെ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താ, ടേൺ ചെയ്യാനാണ് വണ്ടി. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു ടേൺ ചെയ്യാൻ പറയൂ, അതാണ് എളുപ്പം എന്ന് പറഞ്ഞു. സോ എഫർട്ട്ലെസ്. അതിന് കാരണം ഈ 2.2 ലിറ്റർ ഡീസലിൻ്റെ ടോർക്കാണ്. ഇതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ അത് അൺമാച്ച്ഡ് ആണ് ഇഫ് യു കമ്പയർ വിത്ത് എനി പെട്രോൾ കാർ ഓർ എനി പെട്രോൾ SUV ബിക്കോസ് ഇറ്റ്സ് ഡീസൽ. ഡീസൽ ഈസ് എ ഡീസൽ അല്ലേ? ആരൊക്കെയാണ് പറഞ്ഞത്. I am enjoying this car. Left, right? Left. Oh, okay. If somebody asks you left, right, what you will say? Slow and steady win the battle. Aiva. അപ്പോൾ 2020 വണ്ടി വന്നപ്പോൾ താർ കണ്ട് ജീപ്പ് അങ്ങനെ പറഞ്ഞ ഡിസൈറബിലിറ്റി ഒക്കെ തോന്നിയ ആൾക്കാരില്ല. അവർക്ക് പുതിയ താർ വാങ്ങാറായോ? തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ തിങ്ക് സ്റ്റിൽ ബെറ്റർ ടു ഗെറ്റ് റോക്സ്. Yes sir. എന്തുകൊണ്ടാണ് താർ റോക്സ് എന്ന് പറയുന്നത്? എംഗ്ലൈഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലേ, അതിൻ്റെ കൂടിയ കാര്യങ്ങളൊക്കെ റോക്സിലുണ്ട്. അവർ താറിലേക്ക് അത് കൊടുന്നിട്ടിലേക്ക് ഇതൊന്ന് വീൽ ബേസ് മാറ്റാന്ന് പറയുമ്പോൾ ചേസ് ഉടച്ച് മാറക്കണം, നീളം കൂട്ടണം, പണിയുണ്ട്. അപ്പോൾ അവർ ആ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഓക്കെ ആഫ്റ്റർ 4 years അല്ല 5 വർഷം 5ാമത്തെ വർഷത്തിൽ ഒരു ഫേസ് ലിഫ്റ്റ് ആയിട്ട് കൊടുത്താണ്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോഴായിരിക്കും റോക്സിൻ്റെതായിട്ടുള്ളൊരു സ്വഭാവമൊക്കെ ഈ വണ്ടിക്ക് വരിക. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കോളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആരൊക്കെയോ താറ് മേടിച്ചപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക് പവർ സ്റ്റീറിംഗ് മിസ്സാവുന്നൊക്കെ. ഗുഡ് ന്യൂസ് ഈസ് മിസ്സായിട്ടില്ല. അയ്യവാ cool. Oh, what a depth. ആകാശം കാണാം. ഈ ട്രാക്കിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് വണ്ടിയായിട്ട് പോയാൽ തിരിച്ച് റോട്ടിലെത്തൂല, ഷുവറാണ്. ബിക്കോസ് അത്രമാത്രം സ്ഥലമുണ്ട്, അത്രമാത്രം ഏറ്റവും ലോസ്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അത് വഴി തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. മാർഷലിംഗ് ഉണ്ടല്ലോ, ഉറപ്പായിട്ടും പണിയിടും. യു ടെൽ മീ. ഓക്കെ, നേരത്തെ വെള്ളത്തിലേക്ക് ഇട്ടപ്പോഴേ പെട്ടെന്ന് വണ്ടി അങ്ങ് ചാടിയ പോലെ തോന്നി. പുള്ളി പേടിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു മെല്ലെ പോകണം. അപ്പോൾ ഞാൻ വളരെ മെല്ലെ അപ്പോൾ ഓടിക്കുകയാണേ. നേരത്തെ വഴിയേറ്റ് പോയപ്പോഴേ പിന്നെ പുള്ളിനോട് ക്യാമറ ആരും പറഞ്ഞില്ല ഷൂട്ട് ചെയ്യാന്നുള്ളത്. പുള്ളി പേടിച്ചതാണ്. കാരണം പുള്ളിക്കെല്ലാം ചീത്തയും പറഞ്ഞതാണ്. കാരണം നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ, നമ്മൾ അറിയാതെ ചെയ്താണെങ്കിലും ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. സോ ഡോണ്ട് ഡു ദാറ്റ്. എവിടെ ഓഫ് റോഡ് പോയാലും വാട്ട് എവർ ദ ഇൻസ്ട്രക്ടർ സേസ് യു വിൽ ഹാവ് ടു ഒബേ. ഓക്കെ, ബേസിക്കലി അത്രയൊക്കെ ഉള്ളൂ.